PM-ശ്രീയിലെ UDF നിലപാട് ആയുധമാക്കുകയാണ് LDF. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കിയില്ല എങ്കിൽ കേന്ദ്ര മറുപടിയും LDF-ന് പിടിവള്ളിയായി. മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ് എന്നും കേരളത്തിന് ലഭിച്ച തുക SSK ഫണ്ടിന്റെ ഭാഗമാണ് എന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാരിന്റേത് എന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അബ്ദുൽ വഹാബിന്റെ ചോദ്യം ലീഗിന്റെ ചങ്കിനേറ്റടിയെന്നും ജോൺ ബ്രിട്ടാസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ്. കേരളത്തിന് അനുവദിച്ചതായി പറയുന്ന 99 കോടി 27 ലക്ഷം രൂപ PM-ശ്രീ നടപ്പിലാക്കിയതിന് കിട്ടിയതല്ല, മറിച്ച് സമഗ്ര ശിക്ഷ വഴിയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സ്വാഭാവിക വിഹിതം മാത്രമാണ്. എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം കളവ് പറയുന്നത്? കേരള സമൂഹത്തിൽ ഇതുപോലൊരു വഞ്ചന ഇവർ കാണിക്കാൻ കഴിയും. ഈ വിഷയത്തിന്റെ മുകളിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ വർഗീയ ചേരിതിരിവുകൂടി സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ്. ഇവരെ വിശ്വസിച്ച് എങ്ങനെ കേരള ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, എന്തായാലും വലിയ വിമർശനം കേൾക്കും. കാരണം മുൻ നിലപാട് UDF-നെയും കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് അടിക്കാൻ വടി കയ്യിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നത് പോലെ അബ്ദുൽ വഹാബിന്റെ അടക്കം പാർലമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടി. മധു, സ്വാഭാവികമായും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ലീഗിന്റെ രാജ്യസഭാ MP ആയ PV അബ്ദുൽ വഹാബും കോൺഗ്രസിന്റെ MP ആയ ജബീം അക്തർ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴൊക്കെ അവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും കേരളത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നൊരു മറുപടി രാജ്യസഭയിൽ നിന്ന് മന്ത്രിയിൽ നിന്ന് ലഭിക്കും എന്നതാണ്. സ്വാഭാവികമായും നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതാണ്. നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്തെ പ്രധാന വിഷയങ്ങളിൽ രേഖാമൂലം അവർക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കേരളം ഇത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നൊരു മറുപടി കിട്ടിക്കഴിയുകയാണെങ്കിൽ രാഷ്ട്രീയമായി CPIM-നെ പ്രതിരോധത്തിലാക്കാം. അത് വെച്ചിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി V. D. സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ രാജ്യസഭയിൽ നിന്ന് കിട്ടിയ മറുപടി. കാരണം V. D. സതീശൻ 3 ന്യായങ്ങളാണ് പറഞ്ഞിരുന്നത്. 1, പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. 2, ഈ പദ്ധതിയിൽ കേരളം ഭാഗമായി കഴിഞ്ഞു എന്നതായിരുന്നു V. D. സതീശന്റെ വാദം. പക്ഷേ ഈ പദ്ധതിയിൽ കേരളം ഭാഗമാകണമെങ്കിൽ സ്കൂളുകൾ തിരഞ്ഞെടുക്കണം, ആ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം, അത് കേന്ദ്രം അംഗീകരിക്കണം, അവിടെ നടപടിക്രമങ്ങൾ തുടങ്ങണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടേ ഇല്ല. മറ്റൊന്ന്, ഈ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞു എന്നുകൂടിയാണ് മുഖ്യമന്ത്രി കൂടിയായ V. D. സതീശൻ പറഞ്ഞത്. പക്ഷെ PM-ശ്രീയുടെ ഫണ്ട് കഴിഞ്ഞ സർക്കാർ വാങ്ങിയിട്ടില്ല. PM-ശ്രീയിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോൾ കേരളത്തിന് കൊടുക്കാനുള്ള പിടിച്ചുവെച്ച SSK ഫണ്ടാണ് നൽകിയത് എന്ന കാര്യം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന CPIM-ന് ഇനി രേഖ വെച്ച് നിങ്ങൾ പറയുന്നത് കള്ളവാണ്, നിങ്ങൾ പിന്നോട്ട് പോയാൽ പോലും സംസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള നിയമ നടപടികളും നേരിടേണ്ടി വരില്ല, PM-ശ്രീ ഒഴികെയുള്ള ഒരു ഫണ്ടും കിട്ടാതിരിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എന്തിനി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രസക്തമായ ചോദ്യം ചോദിക്കാൻ CPIM-നും LDF-നും കഴിയും എന്നതാണ് ഇതുകൊണ്ടുള്ള അവർക്ക് രാഷ്ട്രീയ നേട്ടം. ശരി, റാഹിസ് റഷീദാണ് വിവരങ്ങളുമായി ചേർന്നത്. അല്ലെങ്കിലും ഇത്രയും കാലം പറഞ്ഞു കേട്ട വാദങ്ങളൊക്കെ ഇല്ലാതായി പോയിരിക്കുന്നു. മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത് ഒപ്പുവെച്ചതിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. ആ ഒരൊറ്റ കാര്യം എടുത്താൽ പോലും ഇന്ന് പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന ഈ രേഖ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നോട്ട് പോകാൻ കഴിയും. ഒന്ന്, സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിച്ചിട്ടില്ല. അല്ല എങ്കിൽ പിന്നോട്ട് പോകാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുണ്ടായിട്ടും കേരളത്തിന് മുന്നിൽ അതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ പരാമർശവും പ്രതികരണവും നടത്തി. ഈ 2 കാര്യങ്ങളിൽ ഏതാണ് എന്നത് വ്യക്തമാക്കിയാൽ മതിയാകും.